ആലത്തൂർ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ മാറ്റി നിർത്തിയ അതേ വേദിയിൽ താൻ ജാതി വിവേചനം നേരിട്ടു എന്ന് തുറന്നു പറഞ്ഞയാളാണ്. പുരോഗമന ചിന്തകളുടെ കാലത്തും മതനിരപേക്ഷ ശക്തി ശ്രമിക്കുന്ന ജാതി വിവേചനമടക്കം നമുക്കൊരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കൊടിയ വിവേചനങ്ങൾക്കെതിരെ സമരസപ്പെടാതെ കലഹിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിയെ അടക്കം ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്ന രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കെ രാധാകൃഷ്ണനെ പോലെ ഒരാൾ ലോക്സഭയിൽ എത്തണമെന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്ന അനിവാര്യതയായി മാറുന്നത്. കെ രാധാകൃഷ്ണന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് പരിശോധിച്ചാൽ 15ാമത് കേരള നിയമസഭയിൽ ചേലക്കര നിയോജക മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ കെ രാധാകൃഷ്ണൻ നിലവിൽ ദേവസ്വം, പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്കക്ഷേമ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു. കേരള വർമ്മ കോളേജ് യൂണിറ്റ് സെക്രട്ടറി, ചേലക്കര ഏരിയ സെക്രട്ടറി, തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലകളിലായിരുന്നു DYFയിലെ കെ രാധാകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ. 1991 വള്ളത്തോൾ നഗറിൽ ഡിവിഷനിൽ നിന്നാണ് കെ രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1996, 2001, 2006 വർഷങ്ങളിൽ ചേലക്കര മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 96 മുതൽ 2001 വരെ EK നായനാർ മന്ത്രിസഭയിൽ പിന്നാക്ക പട്ടികവർഗക്ഷേമ യുവജനകാര്യ മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ ചീഫ് വിപ്പായിരുന്നു. 2006-2011 കാലഘട്ടത്തിൽ നിയമസഭാ സ്പീക്കർ. 2013 മുതൽ 2018 വരെ LDFന്റെ തൃശൂർ ജില്ലാ കൺവീനർ. നിലവിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ അദ്ദേഹം ദളിത് ശോഷൻ മുക്തി മഞ്ച് എന്ന സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ്. ഇങ്ങനെയാണ് കെ രാധാകൃഷ്ണന്റെ ഒരു രാഷ്ട്രീയ പൊതുചിത്രം എന്ന് പറയുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമ്പോൾ കെ രാധാകൃഷ്ണന് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേട്ടുവരാം. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു എന്ന് കെ രാധാകൃഷ്ണൻ പറയുന്നു. അർഹതപ്പെട്ട ധനവിഹിതം നൽകാതെ കേന്ദ്രം കേരളത്തെ വഞ്ചിച്ചുവെന്നും കെ രാധാകൃഷ്ണൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ആലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. അദ്ദേഹം വോട്ടർമാരെ നേരിട്ട് കാണുന്നൊരു തിരക്കിൽ തന്നെയാണ്. വലിയ വിജയപ്രതീക്ഷയുണ്ട്, വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. പൊതുവെ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ജനങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി. എതിർക്കാൻ അംഗസംഖ്യ കുറഞ്ഞ ഇടതുപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ജനവിരുദ്ധ നയങ്ങൾ, അതുപോലെ നിയമങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ അല്പമെങ്കിലും എതിർക്കാനുണ്ടായിരുന്നത് ഇടതുപക്ഷമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലാവസ്ഥയിലാണ് ഈ 18ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ നല്ലപോലെ ഉൾക്കൊള്ളുന്നുണ്ട്. ഏതെങ്കിലും ജനവിഭാഗങ്ങളെ ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ പേരിൽ അവർ ഒറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ള ആശയം നല്ലപോലെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുക. കേരളം ഇങ്ങനെ മുന്നേറുന്നത്, വികസന രംഗത്ത് സാമൂഹ്യക്ഷേമ മേഖലയിൽ മുന്നേറുന്നത് ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി തിരിച്ചുവിടാൻ വേണ്ടി ഉള്ള ഒരു ശ്രമമാണ് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം ഉണ്ടാക്കുക എന്നുള്ളത്. പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിനെതിരാവില്ലേ? അരി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസിൽ സാധനം കുറഞ്ഞ എതിരാവില്ലേ? ഇവിടെ വികസനം നടന്നില്ലെങ്കിൽ എതിരാവും. അല്ലാതെ ഇടതുപക്ഷത്തിനെ എതിർക്കാൻ കഴിയില്ല, ജനങ്ങളെ എതിരാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സാമ്പത്തിക ഞെരുക്കത്തിൽ നമ്മളെ പെടുത്തുക, അതുവഴി എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിനെതിരായി ജനങ്ങൾ തിരിയുമെന്നാണ് വിചാരിച്ചത്. ഏതായാലും ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ വികാരം വോട്ടിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രതിഫലിക്കും എന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനാണ് നമ്മുടെ രാജ്യത്ത് നേരിടുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നു വരേണ്ടത്. അത് ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും വികസനം മുടക്കുന്ന പ്രതിപക്ഷത്തിൻ്റെയും സാമ്പത്തിക ഞെരുക്കത്തിൽ കേരളത്തെ പെടുത്തുന്ന കേന്ദ്രത്തിൻ്റെയും നയങ്ങൾക്കെതിരായി തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ആലത്തൂർ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനൊപ്പം ഇർഫാൻ ഇബ്രാഹിം സെഡ്, കൈരളി ന്യൂസ്, പാലക്കാട്.